ഉപയോഗിക്കുന്ന ഓട്ടുപാത്രങ്ങൾ, നിലവിളക്ക് തുടങ്ങിയവ ക്ലാ പിടിച്ച് കാണാൻ ഭംഗിയില്ലാതാവുന്നുണ്ട്. അന്തരീക്ഷത്തിലെ ഈർപ്പവും ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയുമായി പ്രവർത്തിച്ച് പച്ച നിറത്തിലുള്ള ബേസിക് കോപ്പർ കാർബണേറ്റ് ലെയർ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എങ്ങനെ ഇതിനെ തിളക്കമുള്ളതാക്കി മാറ്റാമെന്ന് നമുക്കൊന്ന് ട്രൈ നോക്കാം. കഴുകുന്ന വിംബാർ പോലെയുള്ള സോപ്പ് കട്ട കൊണ്ട് ആദ്യം ഇതിലുള്ള എണ്ണമയം തുടച്ച് കളയുക. അതിനുശേഷം എൻ സി തിന്നർ ഉപയോഗിച്ചിട്ട് അത് ശരിക്കും അതിലുള്ള കറകളും മറ്റും എല്ലാം തൂത്ത് കളയുക. സോപ്പ് കട്ട കൊണ്ടുള്ള ക്ലീനിങ്ങിന് ശേഷം സെക്കൻഡ് ഫേസ് എൻ സി തിന്നർ കൊണ്ടുള്ള ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഇത് കുറച്ചും കൂടി ഈ ഓട്ടുപാത്രത്തിന്, വിളക്കുകൾക്ക് കുറച്ചും കൂടി ഒരു ഫിനിഷ് വന്നിട്ടുണ്ട്. ഇനി തേർഡ് ഫേസ് ആണ് ഉള്ളത്. ബ്രാസോ മെറ്റൽ പോളിഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുള്ളതാണ്. ഈ ട്രേ തന്നെ ജസ്റ്റ് 5 മിനിറ്റ്സ് ഉപയോഗിക്കാൻ വേണ്ടി വന്നില്ല. ഈ ബ്രാസോ ആമസോൺ സൈറ്റിൽ അവൈലബിൾ ആണ്. 372 രൂപയാണ് MRP. ബ്രാസോ 500 ml 316 രൂപയ്ക്ക് ആമസോൺ സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഈ നിലവിളക്ക് ജസ്റ്റ് 15 മിനിറ്റ് കൊണ്ടുള്ള പോളിഷിംഗ് ആണ്. അപ്പോൾ ആദ്യം വൈറ്റ് ഏതെങ്കിലും കോട്ടൺ വൈറ്റ് തുണി കൊണ്ട്, എന്തെങ്കിലും തുണി കൊണ്ട് ബ്രാസോ എടുത്തിട്ട് ശരിക്കും ഉരച്ച് പോളിഷ് ചെയ്യുക. അപ്പോൾ ഒരു ബ്ലാക്ക് ലെയർ വരും. അതിനുശേഷം വേറെ തുണി എടുത്തിട്ട് ആ ബ്ലാക്ക് ലെയർ കൂടി എടുത്ത് ക്ലീൻ ചെയ്ത് കളയുമ്പോൾ ഈ ഫിനിഷ് വരുന്നതാണ്. നമ്മുടെ അവസാനത്തെ ഫിനിഷ് വർക്കും ആയി. ഇപ്പോൾ 2 നിലവിളക്കും ആദ്യം കണ്ടതും ഇപ്പോൾ കണ്ടതും തമ്മിൽ വ്യത്യാസം കണ്ടോ? പോളിഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ നിലവിളക്ക് തേർഡ് ഫേസ് ഫിനിഷ് വർക്ക് മാത്രമേ ചെയ്തുള്ളൂ. ഫസ്റ്റ് 2 വർക്ക് ചെയ്തില്ല. ഈ 3 ഫേസ് വർക്കിന് കൂടി ആകെ അരമണിക്കൂറിനും 3/4 മണിക്കൂറിന് ഇടയ്ക്ക് സമയമാണ് സ്പെൻഡ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഇറ്റ്സ് വെരി ഈസി പ്രോസസ്സ്. ഇത് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതാണ്. അധികം ടെക്നോളജി ഇല്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലെയർ പോളിഷ് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് ലെയർ ഉണ്ടാവും. അത് നന്നായിട്ട് തുടച്ച് കളയണം. അഡീഷണൽ തുണി എടുത്ത് നന്നായിട്ട് തുടച്ച് കളഞ്ഞാലാണ് ഈ ഫിനിഷ് കിട്ടുകയുള്ളൂ.